പ്രിവെയിലിംഗ് പ്രയർ, മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുക. അത് 2-3 സെഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ വിഷയത്തെക്കുറിച്ച് കർത്താവ് പല സെഷൻസാണ് ഇപ്പോൾ എടുപ്പിക്കുന്നത്. ദ ആർട്ട് ഓഫ് പ്രിവെയിലിംഗ് പ്രയർ, അതായത് മടുത്തുകൂടാതെ പ്രാർത്ഥിച്ച് കാര്യം നേടാൻ. പല വിശുദ്ധന്മാർ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് എല്ലാം പ്രാർത്ഥനയിൽ, വലിയ റെവല്യൂഷൻസ് നടന്ന എല്ലാം പ്രാർത്ഥനയിൽ കൂടാണ്. സഭകളുണ്ടായത് പ്രാർത്ഥനകളിൽ കൂടാണ്. നമ്മൾ കുടുംബജീവിതം നിലനിർത്തേണ്ടത് പ്രാർത്ഥനയിൽ കൂടെ. ഒത്തിരി പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ ശിഥിലമായി പോകുന്നത് പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥിരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ഇത് കൈൻഡ് ഓഫ് പ്രയർ. എങ്ങനത്തെ പ്രാർത്ഥന? അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പം ജയിലിൻ്റെ അടിത്തറ ഇളകണം. ജയിലിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടിരുത്തേക്ക് അടിത്തറ ഇളക്കുന്നതായ പ്രാർത്ഥനയായിരിക്കണം. സൂര്യനോട് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന പ്രാർത്ഥനയായിരിക്കണം. കർത്താവിൻ്റെ തീയിറങ്ങട്ടെ എന്ന് പറയുമ്പം തീയിറങ്ങുന്ന പ്രാർത്ഥനയ്ക്കായിരിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ദുഷ്ടനവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിൽത്താൻ കഴിവുള്ള ശക്തി ഇറക്കുന്ന പ്രാർത്ഥനയായിരിക്കണം. ശത്രുവിന് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ശത്രു തോറ്റവനാണ്. അവൻ നിൻ്റെ മേൽ തലകയറാൻ നീ അനുവദിക്കാതിരുന്നാൽ കർത്താവിൻ്റെ ശക്തി നിനക്ക് വേണ്ടി അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ്. പ്രിവെയിലിംഗ് പ്രയർ. ദൈവത്തിൽ നിന്ന് ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ തീക്ഷ്ണമായ ഒരു സ്വഭാവം ദൈവം തീർച്ചയായിട്ടും നോക്കും. ശിതവാനും ഇഷ്ടവാനും അല്ലാത്തവന് വിശ്വാസ ജീവിതത്തിൽ ഒരു ഗുണവുമില്ല. ഏതെങ്കിലും ഒന്നാകാൻ ദൈവം പറയുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീക്ഷ്ണത നമ്മൾ ആത്മാവുള്ളവർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കർത്താവിൻ്റെ ശക്തമായ പ്രവർത്തനം ഈ തീക്ഷ്ണതയുള്ള വ്യക്തികളിൽ കൂടെയാണ് നടക്കുന്നത്. വലിയ പഠിത്തമൊന്നുമല്ല. വി ആർ അവൈലബിൾ. 12 ശിഷ്യന്മാരിൽ മിക്കവർക്കും വലിയ പഠിത്തമൊന്നുമില്ല, പക്ഷേ ദേ ആർ അവൈലബിൾ ടു ഗോഡ്. ദൈവം പറയുന്നത് ശ്രദ്ധ വെച്ച് കേട്ട് ഒരു കർത്താവ് അവസാനം പറയുന്നുണ്ട്, ടാരി ഇൻ ജെറുസലേമിൽ തന്നെ ഇരിക്കുക. എവിടുന്ന്? മുകളിൽ നിന്ന് ശക്തി ലഭിക്കുക. അപ്പോൾ ശക്തി ലഭിക്കേണ്ടി എവിടെ? പ്രാർത്ഥനയ്ക്കകത്ത്. അവിടെ മുകളിൽ നിന്ന് ശക്തി ലഭിക്കുന്നിടത്തോളം നിങ്ങൾ അവിടെ വന്ന് ഇരിക്കണം. എപ്പോഴാണ് വരുന്നതെന്നറിയത്തില്ല, പക്ഷേ യു ഷുഡ് ബി ദെയർ. അങ്ങനെ നമ്മളെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു മക്കളാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത്. ദ പ്രയർ ദാറ്റ് ഷൂക്ക് ദ ഫിലിപ്പീസ്, ദ prison wall of Philippi. The fire that came down from heaven, the fire that held the sun when Joshua said, stay there. And these are the prayers. When Elijah prayed, the fire came down from heaven. നമ്മൾ പ്രാർത്ഥിച്ചെന്നാൽ കേൾക്കത്തില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്ര പ്രാവശ്യം തീ ഇറങ്ങുന്നുണ്ട് നമ്മൾ കാണുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എത്ര ശത്രുക്കൾ നശിച്ചു പോയിരിക്കുന്നു. ദുഷ്ടൻ, രണ്ടാം സ്വർഗത്തിലുള്ള ദുഷ്ടൻ ചാരം പോലെ ഇങ്ങനെ വീഴുന്ന കാണുന്നു. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുന്നവർ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ പ്രാർത്ഥന മേളിൽ ചെന്നാൽ ഡയനമൈറ്റ് പോലെ ചെല്ലും, പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. അപ്പം ഇന്നത്തെ ചർച്ചുകൾക്ക്, ഇന്നത്തെ സഭാകൂട്ടങ്ങൾക്ക് പ്രാർത്ഥനയുടെ കുറവുണ്ട്. ദ ക്രൈസിസ് ഇൻ മോഡേൺ ചർച്ച്. ബൈബിൾ ഈസ് ദ അൾട്ടിമേറ്റ് സോഡ്, ദ വേർഡ് ആൻഡ് ദ ലൈഫ് ആൻഡ് ദ യുവർ ആങ്കർ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്യാവശ്യമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ട ആയുധം, നമ്മുടെ ജീവന്, നമ്മുടെ ലൈഫ്, നമ്മുടെ സമൃദ്ധി, നമ്മുടെ അനുഗ്രഹം എല്ലാം വചനത്തിൽ കൂടാണ് ലഭിക്കേണ്ടത്. ദൈവവചനം. ദൈവത്തിനെ സമൃദ്ധനാക്കാൻ കഴിയുമെന്ന് ഈ ഭൂമി മുഴുവൻ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലേ. പക്ഷെ എത്ര പേര് എടുക്കുന്നുണ്ട്? ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് നമ്മൾ 4 ആഴ്ച പോകാതിരുന്ന വേറൊരാൾ കൊണ്ടുവന്ന് അവിടെ ഒരു കമ്പ് കാട്ടി വെക്കും. അപ്പം ദുഷ്ടൻ എവിടെയെങ്കിലും ഓടി നടക്കുന്നിടത്ത് ജാഗ്രതയോടുകൂടെ പ്രാർത്ഥിച്ച് നമുക്കുള്ളതിനെ സൂക്ഷിക്കാൻ ദൈവം നമുക്ക് ബലം തരട്ടെ. അതാണ് ഈ നമ്മൾ യുദ്ധം വീട്ടിനകത്ത്, മുറിക്കകത്ത്, അറയ്ക്കകത്ത് ചെയ്തെടുക്കണം. ആത്മീക ഗോളത്തിൽ എടുക്കുന്ന ജയം ആണ് ജഡീക ഗോളത്തിൽ നമ്മൾ കാണുന്നത്. രോഗസൗഖ്യം, രോഗമാണല്ലോ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം. ഈ രോഗത്തിന് എന്തുമാത്രം വചനം ഞാൻ തന്നെ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞപ്പം രോഗസൗഖ്യത്തെക്കുറിച്ച് തന്നെ ഒരു 15 വചനം ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്നോട് അവിടുത്തെ ആ അമ്മ സ്ത്രീ എൻ്റെ ഫ്രണ്ടാണ്, പുള്ളിക്കാർ വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ വചനം മാത്രം എടുത്ത് ഇനി കുറച്ച് ദിവസം വായിക്കാൻ പോവാണ്. വിടുതലുണ്ട് നിശ്ചയമല്ലേ? എൻ്റെ കാര്യമാണോ? അല്ല, ദൈവവചനം. എൻ്റെ മെടുക്കലല്ലോ. നമ്മൾ ദൈവത്തിൻ്റെ വചനം ഒന്നിച്ച് സ്വരൂപിച്ച് കാണിച്ചു കൊടുത്തു. അവരതെടുത്ത് റിപ്പീറ്റഡായിട്ട് ആ വചനം കിളിപ്പിക്കണം. ഇതെല്ലാം വിത്തുകളാണ്.
നല്ല വിത്ത് നല്ല നിലത്തിട്ടാൽ ഇത് കിളുക്കാതിരിക്കാനൊക്കത്തില്ല. പക്ഷെ എത്ര പേര് നല്ല വിത്തെല്ലാം ഇട്ടേച്ച് അവസാനം ഒരു സംശയത്തിൻ്റെ വിത്ത് ഇട്ടേച്ച് അതെല്ലാം അങ്ങനെ. ഞാൻ പണ്ട് പ്രസംഗിക്കാൻ പോകുന്നിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട്, ഇപ്പോഴല്ല. പണ്ട് പ്രസംഗിക്കാൻ ഞാൻ വചനം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ പ്രസംഗിച്ച് കഴിയുമ്പം ആരെങ്കിലും ഒരാൾ അവസാനം കയറി വരും. അവർ വന്നിട്ട് ഒരു തണുത്ത ഷീറ്റ് എടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഇട്ടേച്ച് പോകുന്ന ഫീലിംഗ് ഉണ്ടാകും. നമ്മൾ പറഞ്ഞതൊന്നും സ്വർഗത്തിൽ അല്ലെ പറഞ്ഞതെല്ലാം നെഗേറ്റ് ചെയ്യുന്ന പോലെ. അവരങ്ങനെ അറിഞ്ഞു, അവർ കേട്ടുപോലും ഇല്ല എൻ്റെ പ്രസംഗം. പക്ഷെ പിശാചിനറിയാം ഞാൻ എന്താ പറഞ്ഞതെന്ന്. നമ്മൾ ഓർക്കേണ്ടത്. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഒരു വചനം പറഞ്ഞു വെച്ച് അത് തീരാൻ നേരത്ത് അതിൻ്റെ പുറത്തൊരു വെറ്റ് ക്ലോത്ത് അല്ലെങ്കിൽ നനഞ്ഞ തുണി ഇടുന്നവരെ വിടരുത്. അതോടെ ദൈവം നിർത്തി. പിന്നെ ഞാൻ കണ്ടിട്ടില്ല അവരെ ആര്. ഇന്ന് അവിടെ ഈ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് വായുമണ്ഡലത്തിൽ ഒരു പ്ലാറ്റ്ഫോം തന്ന് ദൈവം തമ്പുരാൻ വചനം പറയിപ്പിക്കുന്നത്. സത്യത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം. എനിക്ക് തെറ്റുപറ്റും, പക്ഷേ ദൈവത്തിന് തെറ്റുപറ്റത്തില്ലല്ലോ, കർത്താവിന് തെറ്റുപറ്റത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ പള്ളികളിൽ സഭായോഗങ്ങളിൽ എൻ്റർടൈൻമെൻറ്റും എൻലെസ് ആക്ടിവിറ്റീസുമാണ്. വി ലോസ്റ്റ് ദി ആർട്ട് ഓഫ് പ്രിവെയിലിംഗ് പ്രെയർ. അതായത് ദ വയലൻറ്റ് ഹോളി മൂവ്മെൻറ്റ് ഓഫ് ദി അവർ എൽഡേഴ്സ്. അതായത് പ്രായമായവരിരുന്നിട്ട് അവർ സ്വർഗം ഭൂമിയിൽ ഇറക്കി വരുന്നിടം വരെയുള്ള പ്രാർത്ഥന. എത്ര പേര് ഓൾ നൈറ്റ് പ്രെയർ നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം രാത്രി മുഴുവൻ ഞങ്ങൾ ആരും ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാമെന്ന ഒരു സങ്കല്പം പോലും ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ. എത്ര ചർച്ചുകൾ, ഇവിടെ യുദ്ധമാണല്ലോ, എത്ര ചർച്ചുകൾ ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. എത്ര പേര് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിനു വേണ്ടി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. എല്ലാവരും അവരുടെ വിചാരം അവരാണ് ട്രംപ്, അവരാണ് നെതന്യാഹു, അവരാണ് പുടിൻ. അങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്. അവരൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു അംശം നമുക്ക് ചെയ്യാൻ അറിയത്തില്ല. അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ജോലി. ഇപ്പം ഇഷ്ടമുള്ളത് മാത്രം കാതിന് കേൾക്കുന്ന ഒരു സുവിശേഷമായി മാറിയിരിക്കുകയാണ്. അതല്ലെന്ന് ദൈവവചനം എന്ന് പറയുന്നത് തീയാണ്. അത് വന്ന് കരിക്കേണ്ടത് കരിച്ച് കളയണം. അല്ലാതെ ചുമ്മാതെ കർത്താവ് ചുമ്മാതെ പാച്ച് വെച്ചൊട്ടിക്കുന്ന ആരും വിചാരിക്കല്ലേ. കർത്താവ് മാറ്റേണ്ടത് മുഴുവനും മാറ്റിക്കഴിഞ്ഞ് ശുദ്ധിയാക്കിയിട്ടേ. പ്രാർത്ഥന കൂടാതെ ഒരു സ്ഥാപനവും വളരത്തില്ല. പ്രാർത്ഥനയില്ല. നമ്മൾ പറയും ക്രിസ്ത്യൻസിന്, അല്ല, അവർക്കും അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവിനും ഉള്ളത് കൊണ്ട് അപ്പുറത്തൊരു ശക്തി ഉണ്ടെന്ന് ഓർക്കണം. പക്ഷെ അതിന് നിലനിൽക്കുന്നതല്ല. നമ്മൾ നിലനിൽക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സോ വി നീഡ് പ്രയർ. വി ഹാവ് മെയ്ഡ് അവർ പ്രയേഴ്സ് എ കംഫർട്ടബിൾ ആൻഡ് ദ വീക്ക്നെസ് ഓഫ് ദ ചർച്ച്, കണ്ടംപററി ചർച്ച് ഈസ് ആക്ച്വലി ദ പ്രയർലെസ് ചർച്ച്. അതായത് പ്രാർത്ഥനയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത്. അതായത് വൈൽഡ് ഫയറാകുന്ന, നോക്കണേ, സ്വർഗത്തിൽ നിന്ന് ഏലിയ പ്രാർത്ഥിച്ച് കർമ്മേൽ മലയുടെ മുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറക്കി വന്ന ആ വലിയ ശക്തമായ പ്രാർത്ഥന ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് ഒരു കൂടുണ്ടാക്കി അതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ഇത്. പുതിയ നിയമത്തിൽ തന്നെ തുടങ്ങുമ്പോൾ എല്ലാ ദിവസവും അതിശയങ്ങൾ നടന്ന ആളുകളെ സഭയ്ക്ക് കൂട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോസ്തല പ്രവൃത്തി വന്നു, ചർച്ച് പണിതു, അതിശയങ്ങൾ നിന്നു. എങ്ങനെയുണ്ട്? എവിടെ ചർച്ച് പണിതോ അതിശയം നിൽക്കും അവിടെ. പിന്നെ അവരുടെ ജസ്റ്റിഫിക്കേഷൻ എന്തുവാ? അതൊക്കെ പഴയ കാലത്ത് നടന്നതാണ്. അത് ഈ ആലയം പണിയുന്നതിന് മുമ്പ് അവർ കണ്ട അതിശയം എന്നാണ്. ഒരിക്കലും നടക്കത്തില്ലെന്നും കാശില്ലാത്തടത്ത് തുടങ്ങിയത് നടത്തി തന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇനി അതിശയം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദൈവം എത്ര വലിയവനായ ദൈവമാണ്. ഈ ദൈവം ആരാണ്? ഈ കർത്താവിൻ്റെ അടുക്കൽ അങ്ങോട്ട് ഇരിക്കുമ്പോഴേ ഈ ചില ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ ഭർത്താവിന് ഒത്തിരി സ്വത്ത് കാണും, പക്ഷെ ഭാര്യയൊന്നും അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഭാര്യ അറിഞ്ഞിട്ടുമില്ല. പക്ഷെ അവർ നല്ല സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഈ ഭർത്താവ് ഇവളെ ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. ഓരോ പ്രാവശ്യം ഇവളുടെ സ്വഭാവം പരീക്ഷിച്ച് കുറച്ച് കഴിയുമ്പോൾ ഭർത്താവിന് മനസ്സിലാകും ഇവൾക്ക് നന്മയുണ്ട്, ഇവൾക്ക് സ്നേഹമുണ്ട്, ഇവളെ വിശ്വസ്തതയാണ്. അപ്പം ആ ഭർത്താവ് ഓരോ പുതിയ അദ്ദേഹത്തിൻ്റെ വീടുകളും യോട്ടും അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ കൊണ്ട് കാണിക്കും. കാരണം എന്തുവാ? ഇത് കണ്ടാൽ ഇവൾ പേടിച്ച് ഇതിനകത്ത് അവിടെ ആർത്തി വരത്തില്ല, ഇവൾ എന്നെ സ്നേഹിക്കുന്നു. അതുപോലെയല്ലേ യേശു ക്രിസ്തു. നമ്മൾ അവൻ്റെ അടുക്കലോട്ട് കയറി ചെല്ലുമ്പോൾ ഓരോ ദിവസം ഓരോ മനോഹരമായ കൊട്ടാരത്തിനകത്തോട്ട് കയറ്റി വെച്ച് ഇതാണോ നിനക്കിഷ്ടം, ഇതാണോ നിനക്കിഷ്ടം. കർത്താവിനോട് ചിലപ്പം ചോദിക്കും നിനക്ക് ഏത് കളറാണ് ചെടി വേണ്ടിയെന്ന്, സ്വർഗത്തിലെ എൻ്റെ വീടിന്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്ക് ചുമപ്പാണ് വേണ്ടിയെന്ന് പറഞ്ഞു. കർത്താവ് കൂട്ടുകാരെ പോലെ സംസാരിക്കുമെന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചുമപ്പാണ് ഇഷ്ടമെന്ന്. അപ്പം കർത്താവ് പറഞ്ഞു ചുമപ്പ് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു പാച്ച് നിറച്ച് ചുമപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ചുമപ്പ് വേണ്ട, വയലറ്റ് മതി എന്ന് പറഞ്ഞു. അതൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുള്ളവയാണ്. കർത്താവ് കൂട്ടുകാരൻ്റെ കൂട്ട് സംസാരിക്കണമെങ്കിൽ ആത്മബന്ധം
ഇന്നുണ്ടോ? ഇന്നും സംസാരിക്കുന്നു. പഴയ നിയമം മുഴുവൻ ദൈവം തമ്പുരാൻ സംസാരിച്ചിട്ട് എഴുതി വച്ചിരിക്കുന്നതാണ്. പുതിയ നിയമം ദൈവശ്വാസം തന്നെയാണ്. ഇപ്പം സംസാരിക്കുമ്പോൾ ദൈവം പറഞ്ഞു ഞാൻ അനന്യനാണ്, ഞാൻ ഒട്ടും മാറിയിട്ടില്ല. ദ വേരിയൻസ് ഈസ് ഇന്നസ്. ദൈവം ആബ്സല്യൂട്ട് ട്രൂത്താണ്. ദൈവം പറയുന്നതിന് വ്യത്യാസമില്ല. എൻ്റെ മൂഡനുസരിച്ച് ഞാൻ വേരി ചെയ്യും. ദൈവം നല്ലവനാണോ? ആ നല്ലത്. ദൈവം പകുതിയേ കേൾക്കത്തുള്ളൂ, അല്ല പകുതി കേൾക്കുന്നു ദൈവമാ. പൂർണ്ണമായിട്ടും ശക്തനായവൻ എനിക്ക് പകുതിയെ ചെയ്തു തരുമെന്ന്. ഉറച്ചു നിൽക്കേ. ബലമുള്ള തൻ്റെ വൻകരം നമ്മളെ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ പിടിച്ചാൽ ശരിയാകത്തില്ല. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും ഒരു സ്കെലിറ്റണായി മാറിയിരിക്കുക. അവിടെ ഒരു ഫയർ ഓഫ് റിവൈവൽ വേണം. ഒരു അസ്ഥികളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു സമൂഹത്തിനെ അസ്ഥികളെന്ന് കാണിച്ചത്. ഇസ്രായേൽ ജനത മുഴുവനും അസ്ഥിയായിട്ടിരിക്കുകയാണ്. കർത്താവ് കൊണ്ട് കാണിക്കുകയാണ്. എസെക്കിയേലിനെ കൊണ്ട് കാണിച്ചു, ചുറ്റിക്കറക്കി കാണിച്ചു. ആദ്യം അവരുടെ ആലയത്തിനകത്ത്, ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് ബാൽഗിഗ് വിഗ്രഹങ്ങളെയും പിന്നെന്താ മോളോക്കിനെയൊക്കെ വെച്ച് ആരാധിച്ച് പിള്ളേരെ കൊണ്ട് സാക്രിഫൈസ് ചെയ്യുന്ന ദൈവം കാണിച്ചു കൊടുത്തു. ഇതാണ് എൻ്റെ ആലയത്തിൽ ഇപ്പം ചെയ്യുന്നത്. എൻ്റെ മക്കൾ. പിന്നെ കാണിക്കുന്നതാണ് അവിടെ എല്ലാം അസ്ഥികൾ കൂടി അങ്ങ് കിടക്കുകയാണ്. എന്തുണ്ട്? അസ്ഥിക്കൂട്ടങ്ങളാണ്. എവിടെ ചെന്നാലും വലിയ റിവൈവൽ, ഒരു അസ്ഥിക്കൂട്ടത്തിൻ്റെ ഒരു ബഹളമുണ്ട്. എത്ര പേര് ആത്മാവിലാകുന്നുണ്ട്? ദൈവം ചോദിക്കുന്നുണ്ട് എസെക്കിയേലിനോട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? എസെക്കിയേൽ വലിയ പ്രവാചകനാണ്. പക്ഷേ എസെക്കിയേൽ എനിക്കറിയത്തില്ല, നിനക്കല്ലേ അറിയത്തുള്ളൂ. ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞു? എസെക്കിയേലിനൊരു ജോലി കൊടുത്തു, പ്രവചിക്കുക. ഇപ്പോൾ പ്രവചനം എത്ര പേരുണ്ട്? പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ക്രിസ്തു പറയുന്നത് പറയുക എന്നുള്ള പ്രവചനത്തിൻ്റെ. ക്രിസ്തുവിൻ്റെ മെയിൻ മിനിസ്ട്രി പ്രവചനമാണ്. വരാൻ പോകുന്നതിനെക്കുറിച്ച് വിളിച്ചു വരും. ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും ദൈവം എന്തോ പണിതുകൊണ്ടേ ഇരിക്കുക പറഞ്ഞിട്ട്. അത് കൈകൊണ്ടൊന്നും അല്ല, വാ കൊണ്ട് പറഞ്ഞാൽ മതി, അവിടെ നടക്കുകയാണ്. ക്രിയേഷൻ ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. അപ്പോൾ ചില പിള്ളേർ, അതിന് കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ കൂടെ പണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം എന്നോട് പറഞ്ഞു, ആൻറ്റി പണ്ട് സൗദി വെച്ച് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് മക്കളില്ലാത്തവർക്ക്. ഞാനങ്ങ് മറന്നുപോയി. അവർ പറഞ്ഞു, കാരണം ആൻറ്റി പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ സ്വർഗത്തിൽ എത്രയോ മക്കളുണ്ട്, നിൻ്റെ മനോമുകുരത്തിൽ എത്ര നല്ല കുഞ്ഞുങ്ങൾ, അതിൽ ഒരെണ്ണത്തിന് ഇങ്ങോട്ട് തന്നു വിടരുത്. അങ്ങനെ തന്നെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുകയും ചെയ്യും. ആ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളുമാണ്. അപ്പം നമ്മളിതെങ്ങനെ അറിഞ്ഞു? ആത്മാവ് പറയാണ് സ്വർഗത്തിൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട്. ഇല്ലേ? അവിടെ ക്രിയേഷൻ നടക്കുകയല്ലേ. അതിൽ ഒരെണ്ണത്തിന് ഇങ്ങോട്ട് തന്ന അപ്പച്ചൻ എന്നാ പാട്? ചോദിക്കരുത്, ചോദിക്കുക. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. 13 വർഷം കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്നിടത്ത് കുഞ്ഞുങ്ങൾ. ഈ അടുത്തിടെ ഞാൻ ഒരിടത്ത് പോയി പ്രാർത്ഥിച്ചു. അവർ ഞാൻ ചെന്നപ്പോൾ എന്നെ കൊണ്ട് പ്രാർത്ഥിച്ചു, കുഞ്ഞുണ്ടായി എൻ്റെ അടുക്കൽ ഒന്ന് കാണിച്ചു. എന്തൊരു സ്നേഹമാണ്! ഈ ദൈവം ക്രിയേറ്റീവ് ഗോഡാണെന്ന്. ഈ ദൈവം ജീവൻ തരുന്ന ദൈവമാണ്. ഈ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രിവെയിലിംഗ് പ്രയർ, ആർട്ട് ഓഫ് പ്രിവെയിലിംഗ് പ്രയർ. അതായത് കാര്യം നേടുന്നിടം വരെ മടുത്തുകൂടാതെ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുമ്പിലേക്ക് മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുന്ന ആ ഒരു ശക്തിയുണ്ടല്ലോ പരിശുദ്ധാത്മാവിൻ്റെ. മടുത്തുകൂടാതെ നിൻ്റെ മുമ്പിലിരിക്കുമ്പം ക്ഷീണമില്ല, ഭാരമില്ല. എങ്ങനെയാണ് മോശ 40 ദിവസം സീനായി മലയുടെ മുകളിൽ നിന്നെ കണ്ടുകൊണ്ട്? അവിടെ വിശപ്പില്ലായിരുന്നു, ദാഹമില്ലായിരുന്നു. യഥാർത്ഥ ആത്മാവുള്ള ഏത് ചേർച്ചുണ്ട് കർത്താവേ? അവിടെ വിശപ്പില്ല, ദാഹമില്ല. എത്ര മണിക്കൂർ ഇരുന്നാലും സമയം പോകുന്നവരെ എത്ര സഭകളുണ്ട് കർത്താവ്, എത്ര കുടുംബങ്ങളുണ്ട് കർത്താവ്, എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കർത്താവ്. ജോലി ചെയ്തില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല എന്ന് ബഹളം വെക്കുന്നിടത്ത് ഈ ദൈവം ചെയ്യും. ഞാനൊന്ന് കർത്താവിന് മുമ്പിലിരുന്ന് കർത്താവിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് എത്ര പേരിയ്ക്കുന്നു. ആ ഒരു ആത്മാവിൻ്റെ ആത്മാർത്ഥമായ കാത്തിരുന്നുള്ള പ്രാർത്ഥന, വിഷയം കിട്ടുവോളം ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രവണത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇട്ടു തരണമേ. ഒരു വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ 3 ദിവസമെങ്കിലും അടുപ്പിച്ച് അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാനുള്ള വിനയം, അത് സ്വീകരിക്കാനുള്ള ഹൃദയം അവർക്കുണ്ടാണ്. സഭകൾ ഇതിനകത്ത് കയറി കൈകടത്താൻ അനുവദിക്കല്ലേ. എത്രയോ ഭാരപ്പെട്ട കുടുംബങ്ങളിൽ പ്രാർത്ഥന കൊണ്ട് ശക്തമായ ഉത്തരം ലഭിക്കേണ്ടിയിടത്ത് ദുരിതം കൊണ്ട് കഴിയുകയാണ് മനുഷ്യൻ സൂയിസൈഡ് വക്കത്തിരിക്കുമ്പം ഒരാളൊന്ന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ ആത്മാവിനെ ദൈവം ബലപ്പെടുത്തിയേനെ. നാഥാ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടണമേ. തീഷ്ണതയുള്ള കൂട്ടുകാരെ തരണമേ. തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം പ്രവർത്തിക്കുന്നത് കാണുന്ന ഒരു സാഹചര്യം എന്തൊരു മനോഹരമാണ്. അവിടെ വിശപ്പില്ല,
അവിടെ ദാഹമില്ല. നിൻ്റെ സന്നിധിയിലിരിക്കുന്ന ഓരോ നിമിഷവും നിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദി ആർട്ട് ഓഫ് പ്രിവെയിലിംഗ് പ്രയർ, പ്രാർത്ഥിക്കാൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവേ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാക്കാതെ നീ പറഞ്ഞിരിക്കുന്ന തീക്ഷ്ണതയോടെ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് ഹൃദയമിട്ട് തരണം. തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ വീട് താമസിക്കുന്ന ഭവനങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, നമ്മൾ പോകുന്ന സഭകൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിപ്പാനുള്ള കൃപ തരണമേ. എല്ലാം നിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് പ്രാർത്ഥനയാണ്. അവിടെ എവിടെയും ചിതറിക്കിടക്കുന്നതിനെല്ലാം കൊണ്ടുവന്ന് നിൻ്റെ മുമ്പിൽ വെക്കുക. പശ നാഥൻ്റെ ആത്മാവ് ശ്വാസമായിട്ട് അവരുടെ മേൽ ഊതണമേ. കർത്താവ് വേലി കെട്ടിക്കൊടുത്താട്ട് പ്രാർത്ഥന കേട്ട് തലമുറകളെ അനുഗ്രഹിക്കാനും ഞങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങൾ വിശാലമാക്കാനും, അത് കർത്താവെ നീ വിശാലമാക്കാൻ തന്നെയാണ് പറയുന്നത്, വിശാലമാക്കാനും നിൻ്റെ ആത്മാവ് ഏറ്റെടുത്തിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.